സ്റ്റുഡൻസിന് അവർക്കൊരു ചമ്മലില്ലാതെ സംസാരിക്കാൻ ഉള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് അക്കാദമി അന്തിമ ലക്ഷ്യം. അപ്പം സ്റ്റുഡൻസ് വായ തുറന്നാലേ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അതായത് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് അവർക്ക് ദേ ഫീൽ ദാറ്റ് ദേ ഹാവ് ഇംപ്രൂവ്ഡ്, അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ആയി എന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും. അവർക്ക് ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. അവർക്ക് മാക്സിമം മാനേഴ്സ് ആൻഡ് എത്തിക്സ് when you appear for an interview or when you visit an office, നിങ്ങൾ അവിടെ എങ്ങനെ പെരുമാറണം, when you enter a restaurant or when you enter a public place, നമ്മൾ എവിടെ പോയാലും നമ്മൾ എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യണം, how to greet them and how to thank them, how to be grateful, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നമുക്ക് സോറി പറയാനും, ക്ലാസ് റൂമിൽ നമുക്ക് അധ്യാപകൻ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടില്ലെങ്കിൽ കുട്ടിക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് പറയണം, അവർക്ക് സോറി എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കുക. സോ ഒരു ഫ്രീ ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് ബ്രിട്ടീഷ് അക്കാദമി ഈ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിസൾട്ട് അവരിൽ കാണാനുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ 25 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ, കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും വിദേശത്തും ഓവർസീസ് സ്റ്റഡീസ് ആയിട്ടും ജോലിയായിട്ടും ഒക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ദേ യൂസ് ടു വിസിറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർക്ക് വെക്കേഷനിൽ വരുമ്പോൾ അവർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് അവർ അറിയിക്കാറുണ്ട്. സോ ഞങ്ങൾ ഒരു കാര്യം മാത്രം സ്റ്റുഡൻസിനോട് പറയാറെന്ന് പറഞ്ഞാല്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ കോഴ്സ് ടെൽ us, ആൻഡ് ഇഫ് യു ആർ ഹാപ്പി ടെൽ others.